ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് പനീർ മുട്ട ബുർജിയാണ്, പിന്നെ ലെയർ ചപ്പാത്തി. അപ്പോൾ ഈ മുട്ട ബുർജി വെച്ചാൽ ഇത് നമുക്ക് സ്കൂളിൽ ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാനും അതുപോലെ ചപ്പാത്തിയുടെ റോൾ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് 100 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പനീർ ഫ്രീസറിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ പുറത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഐസ് പോകണം. അതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ആക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഐസ് പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ആക്കാൻ കിട്ടത്തില്ല കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടാണ് പൊടിച്ചാണ് എടുക്കേണ്ടത്. ഒരു മുട്ട, ഒരു വലിയ സവാള, ഒരു 2 പീസ് മല്ലിയില, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പച്ചമുളക്, ഇതെല്ലാം പൊടിയായിട്ട് അരിയണം. 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ട് ചതയ്ക്കാം. ഇതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഇതൊന്ന് ചിക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കളറ് മാറണ്ട കേട്ടോ. ഇത് കോരി നമുക്ക് പനീറിൻ്റെ അകത്തേക്ക് തന്നെ ഇടാം കേട്ടോ. മുട്ട കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇതൊന്ന് വഴറ്റണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ മുട്ടയ്ക്കകത്ത് ഒരു ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ കറിക്കുള്ള ഉപ്പ് ചേർക്കാം. കുറച്ചിട്ടേച്ചാൽ മതി കേട്ടോ. ഈ കറിക്കൊന്നും ഒരുപാട് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പനീറിൻ്റെ അകത്തൊന്നും ഉപ്പ് പിടിക്കത്തില്ല. ഈ മസാലയ്ക്കകത്ത് മാത്രമേ ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായാൽ മാത്രം മതി, കളർ മാറണ്ട. ഇതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറി കേട്ടോ. ഇതിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ രാവിലെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ക്യാപ്സിക്കവും ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി. ഇതൊക്കെ വെറുതെ പേരിന് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഒരു നുള്ളു കുരുമുളക് പൊടി. ഇപ്പോൾ നമ്മൾ ചേർത്ത പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് ഒരുപാട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും. ക്യാപ്സിക്കത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു എരിവ് മതി കേട്ടോ. മറ്റേ മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും ഒന്നും വേണ്ട. അതൊരു ചെറിയൊരു ഫ്ലേവറിന് മാത്രമാണ് നമ്മളതൊക്കെ ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും. എന്ന് വെച്ചാൽ എരിവൊന്നും അധികം ഉണ്ടാകത്തില്ല ഈ കറിക്ക്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അധികം ചേർത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചേക്കണ പനീറും മുട്ട ചിക്കിയതും കൂടി ചേർക്കാം. ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. നമ്മുടെ പണി കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയത്. ലാസ്റ്റ് മല്ലിയില ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. മല്ലിയില ഇട്ടില്ലേലും പ്രശ്നമില്ല കേട്ടോ. പനീർ മുട്ട ബുർജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് കേരള സ്റ്റൈലിലാണ് കേട്ടോ. അതിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ മാവ് ഞാൻ ഓൾറെഡി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ എങ്ങനെ വെച്ചാൽ 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് മാവ് കുഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ച് വെക്കും. കുഴച്ചതിന് ശേഷം ഇത് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലും കൂടെ പറ്റിയിട്ടാണ് ഒരു ബോക്സിലാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറമൊന്നും കറുത്തൊന്നും പോകത്തൊന്നുമില്ല.
പിന്നെ ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഒന്ന് മാവ് വെളിയിൽ വെച്ചേച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് മയപ്പെടുത്തിയാൽ മതി. ഇതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി പരത്താം. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അതും കൂടെ സൈഡിൽ വെച്ചേക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പൊടിയിൽ മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ലെയർ ചപ്പാത്തിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ വട്ടത്തിലുള്ള ചപ്പാത്തി ഉണ്ടാക്കാറില്ല. എൻ്റെ മമ്മിയുടെ വീട്ടിലും അതെ, എല്ലാവരും ഇങ്ങനത്തെ ചപ്പാത്തി തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പം. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ടല്ല, ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് മടക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ലെയർ ചപ്പാത്തിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് എണ്ണ തേക്കാം, വേണമെങ്കിൽ ഇവിടെയും ഒന്ന് എണ്ണ തേച്ചിട്ട് ഒന്ന് മടക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ലെയറായിട്ട് കിട്ടും. നമുക്ക് എന്നിട്ട് വീണ്ടും അത് പൊടിയിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തുക. വട്ടത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കോണാക്കിയിട്ട് പരത്തിയാലും മതി കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കോൺ പോലെ തന്നെ നമുക്ക് സ്ക്വയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പരത്താം കേട്ടോ. മമ്മിയുടെ ഒരു അമ്മായി ഉണ്ടായിരുന്നേ, അവർ പൂനെയിലായിരുന്നു. അവർ അവിടെ ഇങ്ങനത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇതിങ്ങനെ ചെയ്ത് നല്ല ശീലമായിട്ട്. ഇപ്പോൾ ഇവിടെ മുലേന്നാണെങ്കിലും ഞാൻ മറ്റേ ടൈപ്പ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താലും ഈ ചപ്പാത്തിയാണ് പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം. ഇതുപോലെ ചപ്പാത്തി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിയൊന്നുമില്ലാതെ, ഒരുപാട് നൈസൊന്നും ആകണ്ട, ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കനയുള്ളൂ കേട്ടോ. ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് തവ നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. അതിനുശേഷം ഇത് അങ്ങോട്ടേക്ക് ഇടാം. ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം വേണം ഇതിലേക്ക് ഓയിൽ ഒഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ പോലെ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കണ്ട. ഇതിലിങ്ങനെ നമുക്ക് എയർ പുറത്തേക്ക് പോകുന്ന ഭാഗത്തൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയും പനീർ ബുർജിയും റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ലെയർ ആയിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടോ, നമ്മൾ കുറേ ലെയറുകളുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഈ ചപ്പാത്തി. ഇത് നമുക്ക് വൈകിട്ട് വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മുന്നേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റായി കഴിക്കാനായിട്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്